നമ്മുടെ കസിൻസൊക്കെ വീട്ടിൽ വന്നപ്പോൾ ഒരു കിടിലൻ സ്ഥലത്ത് പോയിട്ടോ. എവിടെയാണെന്നല്ലേ, ഒരു സോൾട്ട് ലേക്കാണ് കേട്ടോ. ഞങ്ങളൊരിക്കൽ പോയിട്ടുണ്ട്, പക്ഷെ അത് വേറൊരു സൈഡാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു അറ്റത്തായിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ മാപ്പ് അടിച്ചു കൊടുത്തിട്ട് വന്നതാണ്, പക്ഷേ ഇത് അങ്ങനെ പ്രോപ്പറായിട്ട് മാപ്പിലില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഓരോ സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ എന്താ ഭാഗ്യത്തിന് അവിടെ തന്നെ എത്തി. അപ്പോൾ എത്തിയിട്ട് നോക്കുമ്പോൾ നമ്മൾ അന്ന് പോയ സ്ഥലത്ത് ഫുൾ സോൾട്ടായി കിടക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, ഇടയിൽ ഇങ്ങനെ കുണ്ടുപോലെ അതിൽ വെള്ളം പറയാണ്ട് അങ്ങനെയും നമ്മൾ സ്ലിപ്പായി അങ്ങോട്ട് പോയാൽ എന്താവുമെന്ന് ആർക്കും അറിയില്ല. അതുകൂടി പറയണല്ലോ. അപ്പോൾ അതേ ഇങ്ങനെ കാലൊക്കെ ഉറച്ച് കഴിഞ്ഞാൽ കാലത്തഴുക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കാണിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉപ്പാണല്ലോ, അതുകൊണ്ട് കാല് പൊട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. ബീച്ചിലൊക്കെ പോയി അവൾക്ക് കാല് നിറച്ചിങ്ങനെ ഉപ്പും കല്ല് നടക്കുമ്പോൾ വേദന എടുക്കുമല്ലോ, വേദന എടുക്കിട്ട് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ചിലവർ ഉപ്പ അവിടെ കൂന കുറ്റി ഇട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, തൊടാനും ഒക്കെ നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. പോവാനും ഇഷ്ടമാണ് കുട്ടികൾക്ക്. ഒരു വേറെ ഫീലാണ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേണ്ടി തന്നെ ഒരു ദിവസം ഒരുക്കി വെക്കാറുണ്ട് പണ്ട്. ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോൾ പിള്ളേർ കൂടുതൽ ഇപ്പോൾ എളുപ്പമല്ല, ഒരു ദിവസം പോയാൽ പിന്നത്തെ ദിവസം ആകെ തുമ്പിൽ ചീറ്റിലൊക്കെ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് വല്ലപ്പോഴും പോക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ചേച്ചി പോയി കൊണ്ട് അവൻ പോയി, അപ്പോഴേക്കും അവിടെ അടി തുടങ്ങി. ഇതാണ് അവസ്ഥ. പിന്നെ എന്ത് ചെയ്യാനല്ലേ. അത് അതിൻ്റെ അപ്പുറത്താണ് അങ്ങനെ എന്താ പറയുക, കുഴി പോലത്തെ സ്ഥലം. അപ്പം അത് അങ്ങോട്ട് പോയപ്പോൾ മേടിച്ച് നിൽക്കുകയാണ് അവിടെയുള്ളവർ. പിന്നെ അതൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് തിരിച്ചു വരാൻ വഴി കാണാനില്ലേ, നിറച്ച് ഒട്ടകവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാം, അപ്പോൾ ഇവിടെയാണോ ആട് ജീവിതം ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ അങ്ങനത്തെ ടീമും അങ്ങനത്തെ വേഷത്തിലൊക്കെ ആൾക്കാർ നടക്കുക. അങ്ങനെ നമുക്കൊരു പേടി വരുന്ന പോലത്തെ ഒരു ഫീലിങ്ങിനെ കാണുമ്പോഴൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ നടത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് വേറൊരു ഫീൽ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ നേരം എത്തിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ പെട്ടു എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഈശ്വര അങ്ങനെ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മോള് എൻ്റെ ബർത്ത്ഡേ പറഞ്ഞ് തല്ലുകൂടി നിൽക്കും. അപ്പോൾ ഈ ആൾ ഹെഡ് ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആൾക്കതൊന്നും വെക്കാൻ അറിയില്ല. എപ്പോഴും ചേട്ടൻ്റെ കൂടെ നടന്ന് ചേട്ടൻ്റെ ഡ്രസ്സിട്ട് അതാണിപ്പോൾ കുറേ നാളുകളായിട്ട് പെട്ടെന്ന് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഹെയർ ബാൻഡിലാണ് എങ്ങനെയാണ് വെക്കുക എന്നതിൽ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം നീ എടുക്കുക എന്നിട്ട് അവസാനം അവളുടെ കയ്യെ മുറിയും. അങ്ങനെയാതെ എപ്പോഴും ഒന്ന് പറഞ്ഞ രണ്ടാമത്. പിന്നെ ഏറ്റവും ഇളയതായത് കാരണം കുറച്ച് അവൾക്ക് ഇതാക്കിയത് അവനത് ദേഷ്യം വന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എനിക്കൊന്നും തരില്ല എന്നിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുവിധം മറ്റാളെയും വിളിച്ച് നിർത്തി മൂന്നാൾ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാനാക്കി. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ